നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ പേരും നോ കോൺടാക്ട് സിറ്റുവേഷനായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയൊരു ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ വന്നതുമായിരിക്കാം. കുറച്ച് പേര് നിങ്ങൾ തന്നെ നിങ്ങളുടെ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാലും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യണമെന്ന് വിചാരിച്ച്. അതായത് ഈ ഒരു സാഹചര്യം മാറണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ വ്യക്തി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ആ വ്യക്തി ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അത് നിങ്ങളോട് പറയാനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല. ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത് ഒരു നിങ്ങളുമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ടുള്ളൊരു സ്ട്രെങ്ത് ആ വ്യക്തിക്ക് കിട്ടുന്നില്ല. വളരെ ഡീപ്പായിട്ടുള്ളൊരു ലവ് എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു വ്യക്തി വളരെയധികം ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. കാരണം നിങ്ങളുമായിട്ട് അവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല. അതിൽ ആ വ്യക്തി ഒത്തിരി വിഷമിക്കുന്നുണ്ട്. മേ ബി നിങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ ആർക്കോ ഒരു ഇംബാലൻസ്ഡ് സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണോ വേണ്ടയോ, അങ്ങനെ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മേ ബി ആ വ്യക്തിക്കായിരിക്കാം നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള ആഗ്രഹമുണ്ട് എങ്കിലും ആ വ്യക്തി എന്തോ പിറകിലോട്ട് വലിക്കുന്നതായിട്ട്, ആ വ്യക്തിയെ മുന്നോട്ട് വരാനുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി മനസ്സിലാക്കുവാണ് നിങ്ങളുമായിട്ട് എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ആണ്, മാനസികമായിട്ട് നിങ്ങളുമായിട്ട് എന്തുമാത്രം അടുപ്പമാണ് നിങ്ങളോടുള്ളത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അത് ആ വ്യക്തിയെ ഒരുപാട് ടൈഡപ്പ് സിറ്റുവേഷനിലോട്ട് നീക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് വളരെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണിപ്പോൾ. എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ പോസിബിൾ ആവണം എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് മാൻ ഹോൾഡിംഗ് ഹാർട്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള അഗാധമായിട്ടുള്ള ആഗ്രഹമാണ്. കുറച്ച് പേർക്ക് ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതായത് ചില ആൾക്കാർക്ക് ഇതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കും. കാരണം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരമായിട്ട് ആ വ്യക്തിയുടെ ഫിനാൻഷ്യലി ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്കാണ് എന്ന് കാണുന്നു. എല്ലാവരുടെയും റീഡിംഗ് അല്ല, കുറച്ച് ആൾക്കാർക്കാണ് തോന്നുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് ഇവർക്ക് നിങ്ങളുടെ ഒരു പേഴ്സണ് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇതൊരു ആഫ്റ്റർ മാരേജ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇല്യൂഷനലി നിങ്ങൾക്ക് പലർക്കും ഇതൊരു മെറ്റീരിയലിസ്റ്റിക് ലവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. എന്നാൽ ചില സമയങ്ങളിൽ ആ വ്യക്തിക്ക് ഒത്തിരി വിഷമമായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ചെയ്തത് വലിയൊരു തെറ്റായിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അതിനുള്ളൊരു കുറ്റബോധം ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ ആ വ്യക്തിയോട് ഈ റിലേഷൻഷിപ്പിലോട്ട് തിരികെ വരണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്തെല്ലാം ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്.
കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനുള്ളതാണെങ്കിൽ മൂവ് ഓൺ ചെയ്യുക. ആ പേഴ്സൺ ജെന്യുവിനായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ വ്യക്തി തിരികെ വരും. അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ആർക്കേഞ്ചൽ യൂറിയലാണ്. അത് നിങ്ങളുടെ സ്പിരിച്വലി അവേക്കൻഡ് ആവാനുള്ളൊരു ടൈമാണ്. മേ ബി ഇതൊരു കുറേ പേർക്കെങ്കിലും ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ കടന്നു പോയത്. കൂടുതൽ പേരും ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആവേണ്ട ഒരു ടൈമാണിതെന്ന് സൂചിപ്പിക്കുന്നു.